പ്രിയപ്പെട്ടവരെ, സഖ്യസാഹിതി ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സഖ്യസാഹിതിയിൽ ഒരു ചെറുകഥ കേൾക്കാം. TV സജിത്ത് എഴുതിയ വയോമനം എന്ന കഥ. സമൂഹത്തിലെ നോവുകളെ, ഉത്കണ്ഠകളെ, സംഘർഷങ്ങളെ തന്റെ തൂലികയിലേക്ക് ആവാഹിച്ച് സമൂഹ മനസാക്ഷിയെ ഉണർത്തുവാനായി കഥകൾ രചിക്കുന്ന യുവ എഴുത്തുകാരൻ TV സജിത്ത്. അദ്ദേഹത്തിന്റെ കഥ വയോമനം. കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് നിങ്ങൾ ഈ ചാനലിൽ ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമന്റും ഷെയറും തന്ന് ഞങ്ങളുടെ ചാനലിനെ വളർത്തുവാൻ ഞങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചോട്ടെ. വയോമനം. അറിയാതെയാണെങ്കിലും മംഗലാപുരത്ത് നിന്നുള്ള സ്റ്റേറ്റ് ബസിന്റെ 13-ാം നമ്പർ സീറ്റിലിരുന്ന് ഞാൻ മൂത്രമൊഴിച്ചു. ഈ 82-ാം വയസ്സിൽ ഇളയ മകളുടെ പേരെടുക്കാൻ പോയതാണ് മംഗലാപുരത്തേക്ക്. അതിനു മുമ്പ് 1 വർഷത്തോളം മുംബൈയിലുള്ള മൂത്ത മകന്റെ ഫ്ളാറ്റിലായിരുന്നു. അങ്ങനെ കേരളത്തിൽ നിന്നും 2 വർഷത്തോളമായി മാറി നിൽക്കുന്നു. ഇപ്പോൾ നാട്ടിലേക്കുള്ള വരവാണ്. മംഗലാപുരത്ത് നിന്നും ആൾക്കാർ കയറ്റിവിട്ടു എന്ന് വേണമെങ്കിൽ പറയാം. മുംബൈയിലേക്ക് വരദാക്ഷി എന്ന എന്നെ മൂത്ത മകൻ വിമാനത്തിലായിരുന്നു കൊണ്ടുപോയത്. ആദ്യത്തെ വിമാനയാത്രയായിരുന്നു അത്. കോഴിക്കോട്ട് നിന്നും ഇരുവരും ഒന്നിച്ചായിരുന്നു പോയതെങ്കിൽ തിരിച്ച് ട്രെയിനിൽ ഒറ്റയ്ക്ക് കയറ്റിവിടുകയായിരുന്നു മംഗലാപുരം വരെ. അവിടെ സ്വീകരിക്കാൻ മരുമകനുണ്ടായിരുന്നു. നാട്ടിലേക്കുള്ള യാത്രയപ്പിൽ മരുമകനോ മകളോ ഉണ്ടായിരുന്നില്ല. അവർ സിംഗപ്പൂരിലേക്ക് ഇന്നലെ പുറപ്പെട്ടതാണ്. അവരുടെ എയർപോർട്ടിലേക്കുള്ള യാത്രക്കിടയിൽ ബസ് സ്റ്റാൻഡിൽ ഇറക്കി വിട്ടതാണ്. ചോദിച്ചു പോയിക്കോളൂ, ബസ് ഏതാണെന്ന് ആരെങ്കിലും പറഞ്ഞു തരും എന്ന വാക്ക് 1000 രൂപയ്ക്കൊപ്പം നൽകി. എന്നെ കൊണ്ടുള്ള അവരുടെ ആവശ്യം കഴിഞ്ഞു. ഇനി അടുത്ത കാലത്തൊന്നും ഇന്ത്യയിലേക്കില്ല എന്നാണ് പറഞ്ഞത്. മൂത്ത മകനും ഭാര്യയും ഇതുപോലെ വിദേശത്തേക്ക് പറന്നതാണ് ബിസിനസ് കെട്ടിപ്പടുത്താൻ. മുംബൈയിലുള്ള മകനും എന്നെ കൊണ്ട് ആവശ്യമുണ്ടായിരുന്നു. ജോലി തിരക്കുള്ള അവരുടെ 2 വയസ്സുള്ള മകനെ നോക്കാനായിരുന്നു അത്. പുറംലോകം കാണാതെയായിരുന്നു 2 ഫ്ളാറ്റിലും ഞാൻ കഴിഞ്ഞത്. ഞാൻ കൊച്ചുമക്കളുടെയും മക്കളുടെയും മരുമക്കളുടെയും അല്ലാതെ ഒരു മുഖവും ഈ 2 വർഷവും കണ്ടില്ലെന്ന് പറയാം. എന്നെ പുറത്തൊന്നും കൊണ്ടുപോയിരുന്നില്ല. ഫ്ളാറ്റിന്റെ അകംകാഴ്ചയിൽ ഞാൻ ഒതുങ്ങിക്കൂടി ദിവസങ്ങളോളം കൊച്ചുമക്കളുമായി മാത്രം കഴിച്ചു കൂട്ടിയിട്ടുണ്ട്. ഇന്ന് മാസങ്ങൾക്കിപ്പുറം കോഴിക്കോട് എന്ന എന്റെ നാട്ടിലെത്തി. പുലർച്ചെ 4 മണിക്ക് എത്തിയതാണ്. ദൂരയാത്ര നടുവേദന ഇരട്ടിച്ചുവെങ്കിലും നാടിന്റെ സൗന്ദര്യം എനിക്ക് മനസ്സുഖം നേടിത്തന്നു. വീട്ടിലേക്ക് ടൗണിൽ നിന്നും 1 മണിക്കൂർ പിന്നെയും പോകാനുണ്ട്. പണ്ട് പുലർച്ചയ്ക്ക് ടൗണിലേക്ക് എത്തിയതൊക്കെ ഓർത്തു പോകുന്നു. അടക്കയും കിഴങ്ങുമായി വിൽപ്പനയ്ക്ക് ചന്തയിലേക്ക് വരുമായിരുന്നു. അങ്ങനെയുള്ള ഞങ്ങൾക്ക് അതായിരുന്നു വരുമാന മാർഗം. മക്കളുടെ അച്ഛൻ തെങ്ങുകയറ്റ തൊഴിലാളിയായിരുന്നു. അദ്ദേഹം കവുങ്ങിൽ നിന്ന് വീണ് 7 വർഷത്തോളം കിടപ്പിലായിരുന്നു. 2 വർഷം മുമ്പാണ് മരണത്തിന് കീഴടങ്ങിയത്. എന്റെ ഇതേ വയസ്സിൽ ശരീരമനക്കാനാകാതെ പായയിൽ മൂത്രമൊഴിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ വാക്കുകൾ അറം പറ്റിയ പോലെ ആയിരിക്കുന്നു. മനസ്സുകൊണ്ട് നിയന്ത്രിക്കാൻ പറ്റില്ലടി ശരീരത്തിനെ. മംഗലാപുരത്ത് നിന്നുള്ള യാത്രയിൽ 2 തവണ ശരീരത്തെ ഇതുപോലെ നിയന്ത്രിക്കാൻ നോക്കി. എന്നിട്ടും ഉടുമുണ്ടിനെ മൂത്രം നനച്ചു. അവിടെ മാത്രം കഴുകിയിട്ടും കാര്യമില്ല. അടിപ്പാവാട മൊത്തത്തിൽ പടർന്നിരുന്നു. അതിന്റെ നാറ്റം എനിക്ക് പോലും അറിയാൻ പറ്റുന്നുണ്ട്. ആളുകൾ അടുത്തു വരുമ്പോൾ അവർക്കറിയാൻ പറ്റും. മാറി ഉടുക്കാൻ പാവാടയോ മുണ്ടോ കയ്യിലുണ്ടായിരുന്നില്ല. ബസ് ഇറങ്ങിയ ഉടൻ ശൗചാലയത്തിലേക്ക് പോയി പ്രാഥമിക കൃത്യങ്ങൾ ചെയ്തു. 7 മണിയായതേ ഉള്ളൂ. ഇന്നലെ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചതാണ്. വിശപ്പും ഉണ്ടായിരുന്നു. ദൂരയാത്ര ചെയ്ത് ശീലവുമില്ലായിരുന്നു. ശാരീരികമായി തീരെ വയ്യ. ഒരു കാലിച്ചായ കുടിച്ചപ്പോഴാണ് തെല്ലൊരാശ്വാസമായത്. 9 മണിയൊക്കെ ആകും ടൗൺ ഒന്ന് ഉണരാൻ. അത് കഴിഞ്ഞ് നാട്ടിലേക്ക് പോകണം. ആ 10 സെന്റ് സ്ഥലത്തുള്ള ഓടിട്ട വീട്ടിലേക്ക്. മൂത്ത മകന്റെ പേരിൽ എഴുതി കൊടുത്ത അവന്റെ അച്ഛന്റെ പേരിലുള്ള സ്വത്താണത്. അവന് മുംബൈയിൽ ഫ്ളാറ്റൊക്കെ സ്വന്തമായുണ്ട്. അത് വിറ്റിട്ടാണ് വിദേശത്തേക്ക് പോയിരിക്കുന്നത്. ഇളയ മകൾക്ക് എന്റെ പേരിലുള്ള സ്ഥലമായിരുന്നു ഭാഗം വെച്ചു കൊടുത്തത്. അത് അവർ അന്ന് തന്നെ വിൽപ്പന നടത്തിയിരുന്നു. ഇപ്പോഴുള്ള വീട്ടിലായിരുന്നു 50 വർഷത്തോളം ഞാനും ഭർത്താവും ജീവിച്ചത്. മക്കളും ജനിച്ചു വളർന്നതും. ഇപ്പോൾ ഞാൻ പോകുന്നതും അതേ കൊച്ചു വീട്ടിലേക്കാണ്. മക്കളുടെ അച്ഛൻ പോയിട്ടും അദ്ദേഹം ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ പോലും ഇപ്പോഴും അവിടെയുണ്ട്. 2 വർഷത്തിന് ശേഷം അവിടേക്ക് പോകുമ്പോൾ ആരുമില്ലെന്ന തോന്നൽ എനിക്കില്ല. എനിക്കെന്റെ കുഞ്ഞപ്പേട്ടനുണ്ട്. ആ ചാരുകസേരയും മുറുക്കാഞ്ചെല്ലവും എല്ലാം അതുപോലെയുണ്ട് അവിടെ.
അവസാന കാലത്ത് കിടന്ന കട്ടിൽ അതുപോലെയുണ്ട്. അന്നും ഉപയോഗിച്ച പുതപ്പും തലയണയും അതുമുണ്ട്. ഇടയ്ക്ക് ആ കട്ടിലിന്റെ താഴെ ഇരിക്കാറുണ്ട് ഞാൻ. കുഞ്ഞപ്പേട്ടന്റെ ചലനമറ്റ കാൽ തഴുകിയിരിക്കാനെന്ന പോലെ. മക്കള് വളർന്നു വലുതായപ്പോഴും കൊച്ചുമക്കളെ താലോലിക്കാനോ കളിപ്പിക്കാനോ അദ്ദേഹത്തിന് ഭാഗ്യമുണ്ടായില്ല. കൊച്ചുമക്കളെ ഇരുവരെയും മരിക്കും വരെ കണ്ടിട്ടും ഉണ്ടായില്ല. പണ്ടൊക്കെ ഞാൻ ഈ കോഴിക്കോട്ടങ്ങാടിയിലേക്ക് വന്നു പോകുമ്പോൾ ഹലുവ വാങ്ങി വരുന്നതും കാത്ത് മക്കൾ വീട്ടിലുണ്ടാകും. അദ്ദേഹത്തിനും ഇഷ്ടമായിരുന്നു. ഇന്നും വാങ്ങണം. എന്റെ കുഞ്ഞപ്പേട്ടനും മക്കളും കൊച്ചുമക്കളും വീട്ടിലില്ലെങ്കിലും അപ്പുറത്ത് റംലയുടെ മക്കൾക്ക് വാങ്ങണം. ചന്ദ്രയുടെ പെണ്ണിനും കൊടുക്കാം. എന്റെ മക്കൾ വാങ്ങിത്തന്നതാണെന്ന് കള്ളം പറഞ്ഞാലും അവർ സന്തോഷിക്കും. ഈ മധുര സ്നേഹം. 9 മണിയായി. പാളയം മാർക്കറ്റിലെത്തി ഹലുവയും ചിപ്സും വാങ്ങിയപ്പോൾ കയ്യിലുള്ള കാശും തീർന്നു. ബസ്സിനു വേണ്ടി മാറ്റിവെച്ച 100 രൂപ മാത്രം മിച്ചം. വീട്ടിലെത്തി എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കണം. ചന്ദ്രയുടെ അടുത്തുനിന്ന് കുറച്ച് അരി കടം വാങ്ങാം. അയൽപ്പക്കമാണ്. ബസ് സ്റ്റാൻഡിലെത്തി ബസ്സിൽ കയറി കവലയിൽ ബസ് ഇറങ്ങുമ്പോൾ ആകെ അത്ഭുതമായിരുന്നു. ആകെ മാറിയിരിക്കുന്നു. നാട് പുരോഗമിച്ചിരിക്കുന്നു. പഴയ കടകളൊന്നുമില്ല. ആ സ്ഥാനത്ത് റോഡ് വീതി കൂട്ടിയിരിക്കുന്നു. ഞാൻ ഞെട്ടി. ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ വീട്? പഴയ റോഡിനോട് ചേർന്നായിരുന്നു എന്റെയും ചന്ദ്രയുടെയും വീട്. അവിടേക്കുള്ള 1/2 കിലോമീറ്റർ ദൂരം എന്റെ വയ്യായികയിലും ഞാൻ ഏന്തി വലിഞ്ഞു നടന്നു. വിറയലോടെ അല്പം ഉൾക്കിടിലത്തോടെ വീടിരുന്ന സ്ഥലത്തെത്തിയപ്പോൾ ഞാൻ തകർന്നുപോയി. അവിടെ വീടില്ല, റോഡ് മാത്രം. 2 വർഷം കൊണ്ട് ആകെ മാറിയിരിക്കുന്നു. കുറച്ചകലെയുള്ള പച്ച കളറുള്ള റംലയുടെ വീട് അവിടെ ഉണ്ട്. അവിടേക്ക് എത്തിയപ്പോൾ റംലയുടെ മകൾ ഓടി വന്നു. കയ്യിലുള്ള കവർ പിടിച്ചു വാങ്ങി മുറിക്കകത്തേക്കോടി. കുട്ടികളുടെ ഒച്ച കേട്ട് റംല ഓടി വന്നു. വരദേച്ചി, എവിടായിരുന്നു ഇത്രയും നാൾ? ആ ചോദ്യത്തിലും നമ്മുടെ വീടിരുന്ന സ്ഥലത്തേക്കായിരുന്നു എന്റെ നോട്ടം. അത് കണ്ടിട്ടാവണം റംല ചോദിക്കാതെ തന്നെ ഉത്തരം നൽകി. റോഡിനു വേണ്ടി വീടും സ്ഥലവും സർക്കാർ ഏറ്റെടുത്തു. എല്ലാം പെട്ടെന്നായിരുന്നു. മൂത്ത മോൻ വന്നിരുന്നു. നല്ല പൈസ അവനും കിട്ടിയിരുന്നു, ലക്ഷങ്ങൾ. അമ്മ അറിഞ്ഞില്ലേ? ഇല്ലെന്ന് പറയാതെ ആ ഭാഗത്തേക്ക് ഞാൻ നോക്കിയിരുന്നു. കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. നിറകണ്ണിൽ ഒന്നും കാണാനുണ്ടായിരുന്നില്ല. വാഹനങ്ങൾ മഞ്ഞിനുള്ളിലൂടെ സഞ്ചരിക്കുന്നത് പോലെ മനസ്സും പഴയ കാലത്തേക്ക് സഞ്ചരിച്ചു. മങ്ങലായി. റംല എന്തൊക്കെയോ ചോദിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഉത്തരമില്ലാത്ത അവസാനത്തെ അവളുടെ ചോദ്യം ഇങ്ങനെയായിരുന്നു: ഇന്ന് തന്നെ പോകുമോ? എവിടേക്ക്? ടി വി സജിത്ത് എഴുതിയ വയോമനം.